ഹായ്, ഗുഡ് മോർണിംഗ്. അങ്ങൻ്റെ മാതാവു പിതാവുമങ്ങ്, അങ്ങൻ സഖാബന്ധുവുമങ്ങു തന്നെ. അങ്ങൻ്റെ വിദ്യ ധനമങ്ങു മാത്രം, അങ്ങാണെനിക്കൊക്കെയുമെൻ്റെ ദേവാ. ശ്രീമദ് ഭഗവത്ഗീത 8-ാം അധ്യായം അക്ഷരബ്രഹ്മയോഗം 22-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. പുരുഷ സപര പാർത്ഥാ ഭക്ത്യാ ലഭ്യസ്ത്വനന്യയാ യസ്യാന്തസ്ഥാനി ബോധാനി യേന സർവമിദം തദം. മലയാളം: അനന്യഭക്തിയിൽ തന്നെ അണയേണ്ടുന്ന പുരുഷൻ എല്ലാം നിറഞ്ഞും ഉൾക്കൊണ്ടു അല്ലോ നിൽക്കുന്നിതിന്നവൻ. പാർത്ഥ, അർജുന, ഭൂതാനി യസ്യ അന്തസ്ഥാനി, ഭൂതങ്ങൾ, എല്ലാ ഭൂതങ്ങളും ആരുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നുവോ, യേന ഇദം സർവം തദം, ആരാണോ ഈ ജഗത്തൊക്കെയും വ്യാപിച്ചു നിൽക്കുന്നത്, എല്ലാ സ്ഥലത്തും വ്യാപിച്ചു നിൽക്കുന്നത്, സഹ പരഹ പുരുഷ തോ, ആ പരമപുരുഷനെ അനന്യയാ ഭക്ത്യാ ലഭ്യ, അനന്യമായ ഭക്തി കൊണ്ട് നേടാവുന്നതാണ്. ഈ പരമപദം പ്രാപിക്കലാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞു. കാരണം അതിന് പുനരാവൃത്തിയില്ല, അപ്പം നമ്മൾക്ക് പുനർജന്മം ഉണ്ടാവില്ല. ആ പരമപദം പ്രാപിക്കാൻ ഇത്ര എളുപ്പമാണോ, അതിലേക്കുള്ള വഴി എന്തൊക്കെയാണ് എന്നതാണ് സംശയമുണ്ടാവുക അർജുനന് എന്ന് ഭഗവാൻ ചിന്തിക്കുകയാണ്. ആർക്കായാലും ഭഗവാൻ പറഞ്ഞു തരികയാണ്, ഇതാണ് വഴികൾ. അല്ലയോ അർജുന, ഈ ജഗത്ത് മുഴുവനായിട്ടും വ്യാപിച്ച് കിടക്കുന്ന, ഇപ്പോൾ നമ്മൾ അറ്റ്മോസ്ഫിയർ പറയുകയാണെങ്കിൽ അല്ലേ, നമ്മുടെ ചുറ്റും വായു ഉണ്ട്, ഇല്ലാത്ത ഒരു തരി പോലുമില്ല, അല്ലെങ്കിൽ ഒരു സ്പേസ് പോലും ഇല്ല. ഇനി വായു ഇല്ലാത്ത സ്പേസ് ഉണ്ട്, വാക്വം, അത് കുറച്ച് മുകളിലാണ്. ഞാൻ പറഞ്ഞത് അന്തരീക്ഷത്തിൻ്റെ കാര്യമാണ്. അവിടെ വായു എപ്പോഴും നിലനിൽക്കുന്നു, എല്ലാ സ്ഥലത്തും, ഓരോ തരികളിലെന്ന് പറഞ്ഞ പോലെ ഓരോ സ്ഥലത്തും നിലനിൽക്കും. ഇല്ലാത്തൊരു സ്ഥലം നമുക്ക് കാണിച്ചു തരാനായിട്ട് പറ്റില്ല. അപ്പം എല്ലാറ്റിൻ്റെ, ഈ ജഗത്തിൻ്റെ തന്നെ ഉൽപ്പാദന കാരണം ആരാണ്? ഈ ജഗത്ത് സൃഷ്ടിച്ച തന്നെ പരമാത്മാവാണ്. കടലിൽ വെള്ളമുണ്ട്, അലകളുണ്ട്. അപ്പം കടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ജലത്തിൻ്റെ തുള്ളികളില്ലാത്ത ഒരു ഭാഗം ഉണ്ടാവില്ല. അപ്പം പരമാത്മാവിൽ നിന്ന് ജഗത്ത് അല്ലേ ആരംഭിക്കുന്നു. നമ്മളൊരു ഡ്രസ്സ് ഉണ്ടാക്കുന്നു, പരുത്തിയാണ്, പരുത്തി തുണി, കോട്ടൺ ഡ്രസ്സ് ഉണ്ടാക്കുന്നു. അപ്പോൾ ആ ഡ്രസ്സ് പലതരത്തിൽ ഡിസൈൻ ചെയ്യുന്നു, അതിൽ നിന്ന് പുതിയ പുതിയ ഷേപ്പുകൾ അല്ലെങ്കിൽ പുതിയ വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നു. ആ വസ്ത്രത്തിൻ്റെ ഓരോ നൂലിലും എന്താണ്? പഞ്ഞി. അപ്പോൾ ഇതെല്ലാം എവിടെയാണോ വ്യാപിച്ച് കിടക്കുന്നതെന്ന് പറയേണ്ട ആവശ്യമില്ല. സർവം തദം, ജഗത്ത് മുഴുവനായിട്ടും വ്യാപിച്ച് നിൽക്കുന്നുണ്ടോ ആ പരമപുരുഷനെ അനന്യയാ ഭക്തിയാ ലഭ്യ എന്നാണ്. അനന്യമായ ഭക്തി കൊണ്ട് നേടാവുന്നതാണ്. അനന്യമായ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ഭക്തി എന്താണ്? നമുക്ക് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടുള്ള ഭക്തിയാണ് നമ്മൾക്ക്. ഇതങ്ങനെയല്ല, മറ്റ് ചിന്തകളൊന്നുമില്ലാതെ നിഷ്കളമായിട്ടുള്ള ഭക്തിയാണ്. ഭഗവാനിൽ മാത്രം ആശ്രയിച്ച് ബാക്കിയെല്ലാം നടന്നോളും. ആരാണ്? ഭഗവാൻ എല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ടല്ലോ. പിന്നെ നമ്മൾക്ക് എന്താ പ്രശ്നം? എല്ലാവരുടെ കാര്യങ്ങളും ഭഗവാൻ നോക്കിക്കോളും. നമുക്ക് കാര്യം നോക്കാൻ പറ്റൂല, അടുത്ത നിമിഷം എന്താണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരുടെയും കാര്യം നിയന്ത്രിക്കുന്നത് ഭഗവാനാണെന്ന് ഉറച്ച് വിശ്വസിക്കുക. അങ്ങനെ നിഷ്കളങ്കമായിട്ടുള്ള ഭക്തിയാണ് നമുക്കുണ്ടാവേണ്ടത്. അങ്ങനെയുള്ള ഭക്തി ഉണ്ടെങ്കിൽ ഇത് നേടാവുന്നതാണ്. എന്ത്? ഈ പരമമായ പദം നേടാൻ എളുപ്പമാണ്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ഘടകങ്ങളും, എല്ലാ വസ്തുക്കളും, നേരത്തെ പറഞ്ഞല്ലോ എയറില്ലാത്തൊരു സ്ഥലമില്ല. അതുപോലെ പ്രപഞ്ചത്തിൻ്റെ എല്ലാ ഘടകങ്ങളും ആരിലാണോ സ്ഥിതി ചെയ്യുന്നത് ആ പരമാത്മാവ്. അപ്പം നമ്മൾ ജീവൻ നമ്മുടെ ഉള്ളിലാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഈ നമ്മളെവിടെയാണ്? ഭഗവാനിൽ നിന്നാണ് വന്നത്. എവിടെയാണ് ലയിക്കാൻ പോകുന്നത്? ഭഗവാനിൽ തന്നെയാണ് ലയിക്കാനും പോകുന്നത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് പരമമായിട്ടുള്ള ഭക്തി കൈവരിക്കാനായിട്ട് ശ്രമിക്കാൻ പറ്റും. നമ്മളുടെ ഭക്തി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, ഭഗവാനെ നമ്മൾ വളരെ ഭക്തിയോടെ ഭജിക്കുന്നു. പക്ഷെ എന്താണ്? നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ ഭഗവാൻ ചെയ്തു തരുന്നു. അതുകൊണ്ട് നമുക്ക് ഭഗവാനെ ഇഷ്ടമാണ്. ഭഗവാനെ എപ്പോഴും എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ?
കാരണം നമ്മുടെ കാര്യങ്ങളൊക്കെ നേരാൻ വഴിക്ക് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നേടി കിട്ടുന്നു. ചിലർക്കൊരു വിഷമം ഉണ്ടാവും നേടുന്നില്ല എന്നുള്ളതും. പക്ഷെ അതിന് കാരണങ്ങളുണ്ടാവാം. അപ്പം നമ്മൾക്ക് അതല്ല നമ്മളുടെ ഭക്തി വേണ്ടത്. നമ്മുടെ മനസ്സ്, നമ്മൾ ആദ്യത്തെ ചാപ്റ്ററുകളിൽ അധ്യായങ്ങളിൽ മുഴുവൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മനസ്സ് ക്രിസ്റ്റൽ ക്ലിയർ, അത്രയും ക്ലിയറാക്കി വയ്ക്കുക. എനിക്ക് സ്വന്തമായിട്ട് ആകെ ഒരാളേ ഉള്ളൂ ഈ ലോകത്തിൽ. ആരാണ്? എൻ്റെ ഭർത്താവോ അല്ലെങ്കിൽ എൻ്റെ കുട്ടികളോ അല്ലെങ്കിൽ പേരക്കുട്ടികളോ ഒന്നുമല്ല, എൻ്റെ മറ്റ് ബന്ധുക്കളോ ഒന്നുമല്ല. എൻ്റെ സ്വന്തം എന്ന് പറയുന്നത് ആരാണ്? ഭഗവാനാണ്. അപ്പോൾ പിന്നെ ഇവരൊക്കെയോ? ചെറിയൊരു സംശയം അപ്പോഴും വരും അല്ലേ. അപ്പോൾ ഇവരൊക്കെ ബന്ധുക്കളൊന്നും നമ്മുടെ അല്ലേ, സ്വന്തമല്ലേ? നമ്മൾ പറയുന്നുണ്ടല്ലോ, അതൊന്നും സത്യമല്ലേ? ആണ്. ഭഗവാൻ തന്നെ പല രൂപത്തിൽ നമ്മുടെ ബന്ധുക്കളായിട്ട് വന്നിരിക്കുകയാണ്. നമ്മളുടെ സ്വന്തം എന്ന് പറയുന്നത് ഭഗവാൻ മാത്രമാണെന്ന് എന്ന വിശ്വാസം നമ്മളിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പരമപദം പ്രാപിക്കാനായിട്ട് സാധിക്കും. ആത്മാവും ബ്രഹ്മമൊന്നും രണ്ടും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. ഈ ചരാചരങ്ങളൊക്കെയും ആരുടെ ഉള്ളിലാണോ സ്ഥിതി ചെയ്യുന്നത്, ആരാണോ ഈ ജഗത്ത് മുഴുവനായിട്ട് വ്യാപിച്ച് നിൽക്കുന്നത്, ആ പരമപദത്തിലേക്ക് അല്ലെങ്കിൽ ആ പരമപുരുഷനെ ഭക്തി കൊണ്ട് നമ്മൾക്ക് എളുപ്പം കൈവരിക്കാനായിട്ട് സാധിക്കും എന്നാണ് ഈ ശ്ലോകം. ഇനി 23-ാമത്തെ ശ്ലോകം. യത്ര കാലേ ത്വനാവൃത്തിം ആവൃത്തിം ചൈവ യോഗിന പ്രയദായാന്തി തം കാലം വക്ഷ്യാമി ഭരതർഷഭ. മലയാളം. ആവർത്തനം അനാവൃത്തി യോഗികൾ കുളവാക്കിടും കാലമേതെന്നുരച്ചിടാം ചാലവേ ഭരതർഷഭ. ഭരതർഷഭ, ഭരതശ്രേഷ്ഠനായ അർജുന, എത്ര കാലേത്തു പ്രയാതാഹ, ഏത് കാലത്ത് മരിച്ചു പോകുന്ന, യോഗിനഃ അനാവൃത്തിം യാന്തി, യോഗികൾ പുനരാവൃത്തി ഇല്ലാത്ത പരമപദം പ്രാപിക്കുന്നു എന്നും, എത്ര കാലേത്തു പ്രയാതാഹ, ഏത് കാലത്ത് മരിച്ചു പോകുന്ന, യോഗിനഃ യോഗികൾ, ആവൃത്തിം ചയേവ തം കാലം വക്ഷ്യാമി. ചില യോഗികൾ പുനരാവൃത്തി പരമപദം പ്രാപിക്കുന്നു, പിന്നെ അവർക്ക് പുനർജന്മം ഇല്ല. മറ്റു ചില യോഗികൾക്ക് തിരിച്ചു വരുന്നു, അവർ വീണ്ടും തിരിച്ച് ഈ ലോകത്തേക്ക് തന്നെ എത്തുന്നു. ഇതിനെന്താണ് കാരണം എന്നത്, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഞാനിപ്പോൾ തം കാലം വക്ഷ്യാമി, അത് ഞാൻ വിവരിച്ചു തരാം. അപ്പോൾ മനുഷ്യരുടെ ജീവിതയാത്ര 2 തരത്തിലാണ്. ഓരോ ജന്മത്തിലും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ച് നമ്മളുടെ വഴികൾ, പല വഴികളാണ് നമുക്ക് ഇരിക്കുന്നത്. നമ്മളുടെ മരണശേഷം ചിലർ തിരിച്ച് പുനർജന്മം കിട്ടുന്നു, തിരിച്ച് ലോകത്തേക്ക് തന്നെ വരുന്നു. മറ്റു ചിലർ പരമപദം പ്രാപിക്കുന്നു. ഇങ്ങനെയുള്ള 2 തരത്തിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ പരമപദത്തിൽ എത്താൻ അർഹത നേടിയവരെ നമ്മൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ആത്മോന്മുഖം എന്നാണ് പറയുന്നത്. മറ്റേത് വിഷയോന്മുഖമാണ്. അപ്പോൾ ചില ആൾക്കാർ പരമപദം നേടാൻ അർഹരായി കഴിഞ്ഞു, എല്ലാം വിട്ടു കഴിഞ്ഞു. അവർക്ക് എന്താണ്, ഒരിക്കലും അവർ തിരിച്ച് പുനർജന്മം അവർക്കുണ്ടാകുന്നില്ല. പക്ഷേ യോഗികൾ തന്നെയാണ്. പക്ഷേ ഈ നമ്മൾ സാധനകളൊക്കെ ചെയ്ത് ഇരിക്കെ നമ്മുടെ ദേഹം വെടിയേണ്ടി വന്നു. അപ്പോൾ മുഴുവനായിട്ടില്ലല്ലോ, അവിടേക്ക് എത്തിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അവർ ചിലപ്പോൾ പുനർജന്മം എടുത്തു എന്നും വരാം. അത് കാരണം അവരുടെ ഭോഗേച്ഛ ശമിച്ചിട്ടില്ല. അപ്പോൾ അവർ സൂക്ഷ്മലോകങ്ങൾ, മരണശേഷം പല പല ലോകങ്ങളിൽ പോയിട്ട് അവിടെയുള്ള ഭോഗങ്ങൾ മുഴുവനും അനുഭവിച്ച് വീണ്ടും ജനിക്കേണ്ടി വരും, സായുജ്യം നേടുന്നു. അപ്പോൾ ഇതിനെ പറ്റിയിട്ടാണ് വീണ്ടും അടുത്ത ശ്ലോകത്തിൽ 24-ാമത്തെ ശ്ലോകത്തിൽ 25-ാമത്തെ ശ്ലോകത്തിൽ ഒന്നും കൂടെ വിവരിക്കാൻ പോകുന്നത്. 2 തരത്തിലുള്ള വഴികളാണ് ഇവിടെ നിർദ്ദേശിച്ചത്. നമ്മൾക്ക് വരാൻ പോകുന്നത്, ഏത് കാലത്ത് മരിച്ചു പോകുന്നവർക്കാണോ വീണ്ടും ജന്മം വരുന്നത്, ഏത് കാലത്ത് മരിച്ചു പോകുന്ന യോഗികൾക്കാണോ പരമപദം പ്രാപിക്കുന്നത്, അതായത് പുനർജന്മം ഇല്ലാതായിരിക്കുന്നത് എന്നത് ഞാൻ വിശദമാക്കി തരാം അർജുന എന്നാണ് പറഞ്ഞത്.
2 ശ്ലോകങ്ങളാണ് വായിച്ചിരിക്കുന്നത്. അടുത്തത് ആദ്യം പുനരാവൃത്തി ഇല്ലാത്ത ഗതിയെപ്പറ്റി പറയും, പിന്നീട് പുനരാവൃത്തിയോട് കൂടിയ ഒരു ഗതിയെ പറ്റിയിട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അടുത്ത 2 ശ്ലോകങ്ങൾ അടുത്ത ദിവസം വായിക്കാം. അസ്മിൻ പരാത്മനുപാത്മകൽപ്പേതുമിത്തമുത്ഥാപിത പൽമയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാദാലയ വാസവിഷ്ണു.